ഹലോ ഗൈസ്, ലിയനാർഡോ ഡാവിഞ്ചി പറഞ്ഞിട്ടുണ്ട് സിംപ്ലിസിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ. ഞാനിത് പറയാൻ കാരണം ആപ്പിൾ ഐഫോണിൻ്റെ ഒരു സക്സസ് സീക്രട്ടായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിംപ്ലിസിറ്റിയാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ആൻഡ്രോയിഡ് മൊബൈൽ വേൾഡ്, ദിസ് കീ എലമെന്റ് ഈസ് മിസ്സിംഗ്. ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് യൂസേഴ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്, ദേ ആർ ഗോയിങ് ബിഹൈൻഡ് ക്രേസി സ്പെക്സ്. ഒരു സാധാരണ കസ്റ്റമർക്ക് he wants a good user experience, അതുപോലെ a camera that can use at any situation, അതുപോലെ ഒരു ഗുഡ് ബാറ്ററി ലൈഫ്, പിന്നെ ടൈംലി അപ്ഡേറ്റ്സ്. ആപ്പിൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ആപ്പിൾ ഐഫോണിൽ. പക്ഷേ ആൻഡ്രോയിഡ് മൊബൈൽ വേൾഡിൽ ദേ ആർ ലാക്കിംഗ് ദിസ് കീ എലമെന്റ്സ്. പക്ഷേ ആൻഡ്രോയിഡിൻ്റെ മേക്കറായ ഗൂഗിളിന് ഈ ഒരു കാര്യം മനസ്സിലായി. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഗൂഗിൾ റിലീസ് ചെയ്ത പിക്സൽ 5. അപ്പോൾ ഈ ഫോൺ വളരെ സ്പെഷ്യലാണ്, കാരണം ഗൂഗിൾ പിക്സൽ 5 ഈസ് സ്റ്റിക്കിംഗ് വിത്ത് ദ ബേസിക്സ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം, അതുപോലെ ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ. സോ ലെറ്റ് us സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഇതാണ് പിക്സൽ 5ൻ്റെ ബോക്സ്. ഗൂഗിളിൻ്റെ പഴയ പിക്സലിൻ്റെ ബോക്സ് പോലെ തന്നെ ഒരു വൈറ്റ് ബോക്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫോണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ബ്ലാക്ക് കളറാണ് ഇതെന്ന്. ഇവിടെ പിക്സൽ 5 5G മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗൂഗിളിൻ്റെ ലോഗോ ഉണ്ട്. സൈഡിൽ ഗൂഗിൾ, അതുപോലെ ടീം പിക്സൽ 5 128GB. അപ്പോൾ 128GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി. ന്യൂ ബോക്സ് ആണ് ഇത്, ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, സീൽഡ് ബോക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഈ രണ്ട് സൈഡിലും ഈ ഒരു സീൽഡ് ബോക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ രണ്ട് സൈഡിലും ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. മീൻസ് വി ഹാവ് ടു പുൾ ഇറ്റ് ഔട്ട് ലൈക്ക് ദിസ്. വി ഹാവ് ടു പുൾ വൺ സൈഡ് ആൻഡ് വി ഹാവ് ടു പുൾ ദ അതർ സൈഡ്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഫോണാണ്. നമുക്ക് ഈ ഫോൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അതുപോലെ ഈ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ട് എന്നറിയാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു ഗൂഗിളിൻ്റെ ഒരു ചെറിയ ബുക്ക്ലെറ്റാണ്. ഈ ബുക്ക്ലെറ്റും അതുപോലെ ഇവിടെ ഒരു സിം ഇജക്ടർ ടൂളും അവർ കൊടുത്തിട്ടുണ്ട്. ഈ പവർ ബ്രിക്ക് 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന പവർ ബ്രിക്കാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു USB Type-C കേബിളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു OTG പവർ പ്ലഗ് ആണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് USB ഇവിടെ കണക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാവുന്ന പോലെ, അതുപോലെ നമുക്ക് ഒരു ഫോണിൽ നിന്ന് മറ്റു ഫോണിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു OTG അഡാപ്റ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗൂഗിൾ ഈ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗൂഗിളിൻ്റെ പിക്സൽ 5. ഫസ്റ്റ് ഇംപ്രഷൻ, ഇറ്റ്സ് വെരി ഗുഡ്. ഇറ്റ് ഫീൽസ് നൈസ് ഇൻ ദ ഹാൻഡ്. ഒരു അത്ര ചെറിയ ഫോണുമല്ല, എന്നാൽ ഒത്തിരി വലിയ ഫോണുമല്ല. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് സൈസായ 6.5 ഇഞ്ച് ഫോൺസ് ഒക്കെ ഒരുപാട് വലുതാണ്. പക്ഷേ ഇത് നമ്മുടെ ഒരു പാമിൽ ഇരിക്കുന്ന ടൈപ്പ്. വളരെ നൈസ്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് വെരി നൈസ് ഫീൽ. ഇറ്റ് ഈസ് നോട്ട് വെരി സ്മോൾ, ഇറ്റ് ഈസ് എ സ്വീറ്റ് സൈസ് ഓഫ് എ ഫോൺ എന്ന് ഞാൻ പറയും. ഇതിൻ്റെ ഹാർഡ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റേർഡ് ബാക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഈ ഫോൺ ഇതിൻ്റെ ബാക്ക് സൈഡ്, അതുപോലെ ഒറ്റ ഈ സൈഡും ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സെപ്പറേറ്റ് മെറ്റീരിയൽ അല്ല, അലൂമിനിയമാണ് അവർ ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരൊറ്റ കട്ട് അലൂമിനിയമാണ് ഈ സൈഡിലും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ അലൂമിനിയത്തിൻ്റെ മുകളിൽ അവർ ഒരു ബയോറെസിൻ ഫിനിഷ്, ബേസിക്കലി ഒരു എക്കോ ഫ്രണ്ട്ലി പ്ലാസ്റ്റിക്കാണ് അവരിതിൻ്റെ ബാക്കിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെരി നൈസ്. ഫിംഗർ പ്രിൻ്റൊന്നും അധികം അബ്സോർബ് ചെയ്യാത്ത, എന്നാൽ വളരെ ഗ്രിപ്പി ആയിട്ടുള്ള ഒരു നല്ല ടെക്സ്റ്റേർഡ് ഫീലുള്ള, നിങ്ങൾക്ക് കേൾക്കാം, ഒരു സൗണ്ട് ഇവിടെ കേൾക്കാം. വളരെ ടെക്സ്റ്റേർഡായിട്ടുള്ള ഒരു ഒറ്റ അലൂമിനിയം ഷീറ്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങും ഉണ്ട്. വളരെ നല്ലൊരു ഡിസൈനാണ്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തിരിക്കുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് ഹാർഡ്വെയർ ഫിംഗർ പ്രിൻ്റാണ്. അതുപോലെ ഇവിടെ ഒരു
ക്യാമറ ബംപ് ഉണ്ട്. ഒരു ചെറിയ സ്ലൈറ്റ് ക്യാമറ ബമ്പാണ്. ഈവൻ ഇതൊരു ഫ്ലഷ് ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോഴത്തെ ഐഫോണിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ മറ്റ് ഫോണുകളുടെ കൂട്ടിലുള്ള വലിയ ക്യാമറ ബമ്പല്ല. ഓൾമോസ്റ്റ് ഫ്ലഷ്ഡ് ടു ദിസ് അലൂമിനിയം. വളരെ നൈസ് ഒരു ബ്ലാക്ക് ഒരു കോമ്പിനേഷനാണ്. അതുപോലെ ഇവിടെ ഗൂഗിളിൻ്റെ ലോഗോ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് 6 ആണ്. ഒരു സ്ട്രെയിറ്റ് സ്ക്രീനാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, കേർഡ് സ്ക്രീൻ അല്ല. പക്ഷേ ഈ ഒരു മെറ്റലുമായിട്ട് ഈ അലൂമിനിയവുമായിട്ട് ഫ്ലഷ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ സ്ക്രീൻ കേർഡ് അല്ല. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോൾ ക്യാമറ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വോളിയം റോക്കർ ബട്ടൺ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു പവർ ബട്ടണും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സിംഗിൾ നാനോ സിം ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൺ പക്ഷേ ഇ സിം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ബേസിക്കലി ഡ്യുവൽ സിം ആണ്. 1 ഇ സിം, അടുത്തതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ നാനോ സിം. ഈ ഫോൺ എക്സ്പാൻഡബിൾ അല്ല. 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ്. ഇനിയും ഇതിൻ്റെ ഡൗൺവേർഡ് പോർഷനിൽ ഇതിൻ്റെ 2 സൈഡിൽ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒരു USB Type-C കണക്ടിവിറ്റി പോർട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ അഗെയിൻ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഹാർഡ്വെയർ ഡിസൈൻ. വെരി നൈസ്, എക്സലൻറ്റ്, നൈസ് ഫീൽ ഇൻ ദ ഹാൻഡ്, വെരി ഗ്രിപ്പി, നല്ല ഫീലുള്ള ഒരു ഫോണാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഫോൺ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ 6 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഫ്ലാറ്റ് സ്ക്രീനാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഗൊറില്ല ഗ്ലാസ് 6 ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അവർ യൂസ് ചെയ്യുന്നത്. 1080p ഡിസ്പ്ലേ ആണ്. അതുപോലെ 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു സ്ക്രീനാണ് അവർ കൊടുത്തിരിക്കുന്നത്. വെരി നൈസ് സ്ക്രീൻ, ഒരു ഫ്ലാറ്റ് സ്ക്രീൻ ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. OLED സ്ക്രീൻ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഇറ്റ്സ് ഫുൾ ഓഫ് സ്ക്രീൻ എന്ന് വേണം നമുക്ക് പറയാം. ഇവിടെ ഒരു പഞ്ച് ഹോൾ ക്യാമറ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഫുൾ ഓഫ് സ്ക്രീൻ എന്ന് പറയാം. ഇതിൻ്റെ ബെസൽസ് ഒക്കെ വളരെ ചെറുതാണ്. ഒരു വെരി നൈസ്, വെരി ഈവൻലി ഉള്ള ബെസൽസ് ആണ്. അതായത് ഇതിൻ്റെ ബോത്ത് സൈഡ്സ്, അതുപോലെ ഇതിൻ്റെ ഓൾ സൈഡ് ഈവൻലി ആയിട്ടാണ് ഇതിൻ്റെ ബെസൽ. നോർമലി നമ്മളൊരു ഫോൺ ബെസൽലെസ് ഫോൺ പോലും എടുത്തു കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഫോണുകളുടെ ഒരു ഭാഗം ഇച്ചിരി വലുതും മറ്റേ ഭാഗം ഇച്ചിരി ചെറുതും അങ്ങനെയുള്ള ഒരു അൺഈവൻ ഡിസൈൻ ആയിരിക്കും. പക്ഷേ ഇത് വളരെ ഈവൻലി ആയിട്ട് അവർ വെരി നൈസ്. ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ, ഫ്രണ്ട് ഫുൾ ഓഫ് സ്ക്രീൻ, അതായത് ബെസൽ വളരെ കുറവുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. എക്സലൻറ്റ് ഡിസൈൻ എന്ന് വേണം നമുക്ക് പറയാം, എസ്പെഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ പാർട്ട്. ഇനി നമുക്ക് ഈ ഫോൺ ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ ഫ്രണ്ട് സ്ക്രീനിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് നോക്കാം. Pixel 5, അതുപോലെ ഇത് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. ഇതിന് അപ്ഡേറ്റ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്കിത് ചെയ്താലേ അറിയത്തുള്ളൂ. ആൻഡ്രോയിഡ് 12 ഇപ്പോൾ ഏകദേശം റിലീസ് ആവുന്ന സമയമായിട്ടുണ്ട്. വിത്തിൻ 1 വീക്ക് ഐ തിങ്ക് വി വിൽ ഗെറ്റ് ആൻഡ്രോയിഡ് 12. പക്ഷേ സെക്യൂരിറ്റി പാച്ചും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ഒബ്വിയസ്ലി ഇതിനകത്ത് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യും. ഗൂഗിൾ പിക്സലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർസ്, ആൻഡ്രോയിഡിൻ്റെ എല്ലാ അപ്ഡേറ്റും ആപ്പിൾ ചെയ്യുന്നത് പോലെ ആപ്പിളിൻ്റെ എല്ലാ ഫോണുകൾക്കും അതിൻ്റെ അപ്ഡേറ്റ് ആദ്യം ലഭിക്കും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഏത് സോഫ്റ്റ്വെയർ വെർഷൻ വന്നാലും 3 ഇയേഴ്സ് വരെയാണ് ഗൂഗിൾ പറയുന്നത് ഈ ഫോണിന് അപ്ഡേറ്റ്സ് ലഭിക്കും. ഡയറക്റ്റ് അപ്ഡേറ്റ്, ഫസ്റ്റ് യു വിൽ ഗെറ്റ് അപ്ഡേറ്റ് ഫോർ ആൻ ആൻഡ്രോയിഡ് ഫോൺ ഫോർ ഗൂഗിൾ പിക്സൽ ഉള്ളി. അതുപോലെ ഈ ഫോൺ നമുക്കിവിടെ സോഫ്റ്റ്വെയർ പോയാൽ അറിയാം, വെരി ക്ലീൻ. ഇതിനകത്ത് ഒരു ബ്ലോട്ട്വെയർ പോലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണത്തില്ല. ഗൂഗിളിൻ്റെ ഒള്ളി സോഫ്റ്റ്വെയർസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. വെരി ക്ലീൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. മറ്റ് ഫോണുകൾ, മറ്റ് ബ്രാൻഡുകളുടെ ഫോൺ മേടിച്ചാൽ നമുക്ക് ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് കാണാം. ഈവൻ ഇപ്പോഴത്തെ പല ഫോണുകളും ബ്ലോട്ട്വെയർസ് കുറച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏസൂസിൻ്റെ സെൻഫോൺ അതുപോലുള്ള ഫോണുകളൊക്കെ ഈവൻ ബ്ലോട്ട്വെയർസ് ഒക്കെ കുറച്ച് ഒരുപോലെ പിക്സലിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്വെയർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ പക്ഷേ പിക്സൽ ഇറ്റ്സ് ലൈക്ക് ക്ലീൻ സോഫ്റ്റ്വെയർ. ഒൺലി ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർസ് മാത്രമാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസ് ഈസ് വെരി സ്മൂത്ത്. 90 Hz ഡിസ്പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഈ ഒരു ഫോണിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 4080 mAh ബാറ്ററിയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 18 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പവർ ബ്രിക്കും ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 12 വാട്ട്
വയർലെസ് ചാർജും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അലൂമിനിയം ബിൽഡ് ആണെങ്കിലും നോർമലി അലൂമിനിയം ബിൽഡ് ഫോണിൽ വയർലെസ് ചാർജ് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഗൂഗിൾ അതിന് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മിഡിൽ പാർട്ട് അവർ ഒരു അലൂമിനിയം കട്ട് ചെയ്തിട്ട് അവർ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് അവർ ഗൂഗിൾ പറഞ്ഞിരിക്കുന്ന ബയോറസിൻ കോട്ടിംഗ് അവർ ഫുള്ളി കോട്ട് ചെയ്തിരിപ്പുണ്ട്. ബേസിക്കലി ഇതിൻ്റെ മിഡിൽ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹോളോ ആണ്. ആക്ച്വലി ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അവിടെയും കൂടെ ഈ ഒരു പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിരിക്കുന്നു. ഒറ്റ ഫിനിഷ് ഇരിക്കും. പക്ഷേ ഈ ഒരു പാർട്ട് ആണ് നമുക്ക് വയർലെസ് ചാർജിന് വേണ്ടി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ 2 ക്യാമറയാണ് ബാക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 12.2 മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഉള്ളത്. രണ്ടാമത്തേന്ന് പറയുന്നത് 16 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിന് സൂം ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ 2 ക്യാമറയാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഗൂഗിൾ പിക്സൽ 5 128 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ 8 GB റാം ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈസ് വെരി ഗുഡ്, വെരി നൈസ് ബിൽഡ് ക്വാളിറ്റി. അതുപോലെ വളരെ ഗ്രിപ്പി ആയിട്ടുള്ളൊരു ഫീലാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ ഈസ് വെരി നൈസ്, വെരി ഈവൻലി ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഒരു ഫുൾ സ്ക്രീൻ എന്ന് വേണം നമുക്ക് പറയാം. അതുപോലെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫോണാണ്. ഏകദേശം 151 ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ്. അതായത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെരി നൈസ്. അതുപോലെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 765G ആണ് ഇതിൻ്റെ പ്രോസസ്സർ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സർ അല്ല. പക്ഷേ ഗൂഗിളിൻ്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ കാരണം ഇതിൻ്റെ ഒരു ഫീൽ, ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലൈക്ക് ഇപ്പോഴത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾക്കുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കും. കാരണം ഗൂഗിൾ ഈ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഒരു മിഡ് റേഞ്ച് പ്രോസസ്സർ ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് ഈസ് വെരി നൈസ് എന്നാണ് ഗൂഗിൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ പിക്സൽ 5നെ കുറിച്ചുള്ള എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ. അപ്പോൾ ഗൂഗിൾ പിക്സൽ 5 ദിസ് ഫോൺ ഈസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ഈസ് സ്റ്റിക്കിംഗ് വിത്ത് ദ ബേസിക്സ്. ഒരു സാധാരണ കസ്റ്റമർക്ക് വേണ്ടതെല്ലാം ഈ ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഫോൺ ഈസ് ആൻ അൾട്ടിമേറ്റ് ഗൂഗിൾ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഗൂഗിൾ പിക്സൽ 5നെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ please like, share and subscribe. So we will see you in the next video. Thank you.